ദിവസവും ബ്രെഡ് ഓംലെറ്റ് കഴിക്കാറുണ്ടോ നിങ്ങൾ? ഇക്കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കണം. എളുപ്പത്തിലുണ്ടാക്കാം, കഴിക്കാൻ നല്ല രുചിയാണ്, പോക്കറ്റ് കാലിയാകുകയുമില്ല. അതുകൊണ്ടുതന്നെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണങ്ങളിലൊന്നാണ് ബ്രെഡ് ഓംലെറ്റ്. എല്ലാ തട്ടുകടകളിലും കിട്ടും എന്നൊരു മെച്ചവുമുണ്ട്. രാവിലെ പെട്ടെന്ന് കഴിച്ചു തീർത്ത് ഓഫീസിലേക്ക് ഓടാം. എന്നാൽ സ്ഥിരമായി ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? വെളുത്ത ബ്രെഡാണ് ഏറ്റവും വലിയ അപകടകാരി എന്ന് നിങ്ങൾക്കറിയാമോ? ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡ് ഏതാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. മിക്കവരും തിരഞ്ഞെടുക്കുന്നത് മൈദ കൊണ്ടുണ്ടാക്കുന്ന വെള്ള ബ്രെഡാണ്. എന്നാൽ തവിടും നാരുകളും നീക്കം ചെയ്തതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഈ ബ്രെഡ് കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്നത്. ഇത് പെട്ടെന്ന് ദഹിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടുകയും ചെയ്യും. മാത്രമല്ല, ഇത് കഴിച്ചാൽ പെട്ടെന്ന് വീണ്ടും വിശക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഹോൾഗ്രെയിൻ ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉപയോഗിച്ചാൽ ഇതിൽ നാരുകളുള്ളതുകൊണ്ട് താരതമ്യേന സാവധാനം മാത്രമേ ദഹിക്കൂ. ഇത് ദീർഘനേരം ഊർജ്ജം നിലനിർത്താനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് BMJ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓംലെറ്റ് എന്നാൽ വെറും മുട്ടയല്ല എന്നത് എത്ര പേർക്കറിയാം? മുട്ട പ്രോട്ടീന്റെ കലവറയാണ്. തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ആവശ്യമായ വിറ്റാമിൻ B12, കോളിൻ തുടങ്ങിയ ഘടകങ്ങൾ ഇതിലുണ്ട്. എന്നാൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ വെറും മുട്ട മാത്രം പോരാ. അതിലേക്ക് ധാരാളം പച്ചക്കറികൾ കൂടി അരിഞ്ഞു ചേർക്കുന്നത് ഗുണം ഇരട്ടിയാക്കും. പച്ചക്കറികൾ ചേരുമ്പോൾ നാരുകൾ ലഭിക്കും, കലോറി അമിതമായി കൂടുകയുമില്ല. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിലെ പഠനങ്ങൾ പ്രകാരം മിതമായ രീതിയിൽ മുട്ട കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കൂട്ടില്ല. എന്നാൽ പച്ചക്കറികൾ ചേർക്കാത്ത വെറും ഓംലെറ്റ് പോഷകങ്ങളുടെ കാര്യത്തിൽ പിന്നിലാണ്. ഓംലെറ്റിനെ ആരോഗ്യകരമല്ലാതാക്കി മാറ്റുന്നത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയാണ്. രുചി കൂടുമെന്ന് കരുതി വെണ്ണയോ നെയ്യോ ഒക്കെ വാരി വലിച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും. ഇതിൽ പൂരിത കൊഴുപ്പുകൾ കൂടുതലാണ്. ഇതിനു പകരം ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതാണ് ഹൃദയത്തിന് നല്ലത്. കുറഞ്ഞ തീയിൽ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് പാകം ചെയ്യുന്നതാണ് പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഉത്തമം. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഒഴിവാക്കണോ വേണ്ടയോ? ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നത് പൂർണ്ണമായും നല്ലതെന്നോ ചീത്തയെന്നോ പറയാനാവില്ല. അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഇക്കാര്യം. മൈദ ബ്രെഡിനു പകരം ഗോതമ്പ് ബ്രെഡ് ഉപയോഗിച്ചും വെണ്ണയ്ക്ക് പകരം നല്ല എണ്ണ കുറച്ചുപയോഗിച്ചും ധാരാളം പച്ചക്കറികൾ ചേർത്തുമുണ്ടാക്കിയാൽ ബ്രെഡ് ഓംലെറ്റ് ആരോഗ്യകരമായ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കൂടുതൽ അറിവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.